പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ലവ്ലി ഷൗട്ട്സിൻ്റെ LP UP LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 15 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ 15 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയുക. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് ആൻസർ. അതായത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്കൽ മണ്ണിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ എക്കൽ മണ്ണിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. എക്കൽ മണ്ണിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് 1ഉം 3ഉമാണ്. അതായത് അലിയുന്ന ലവണങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു എന്നത് അതിൻ്റെ സവിശേഷതയല്ല. അതേപോലെ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് കാദർ എന്നാണ്. ഇത് രണ്ടും തെറ്റായ പ്രസ്താവനയാണ്. എക്കൽ മണ്ണുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അലിയുന്ന ലവണങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു എന്നതും പഴയ എക്കൽ മണ്ണിനെ അറിയപ്പെടുന്നത് കാദർ എന്നാണ് എന്നതും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവയാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ആൻസർ 2ൻ്റെ ആൻസറാണ് ഓപ്ഷൻ സി 1, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഹിമാലയൻ നദികളെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ഹിമാലയൻ നദികളെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3. ഹിമാലയൻ നദികൾ യു ആകൃതിയിലുള്ള താഴ്വരകൾ ഉണ്ടാക്കുന്നു. ഹിമാലയൻ നദികൾ യു ആകൃതിയിലുള്ള താഴ്വരകൾ ഉണ്ടാക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. ഹിമാലയൻ നദികൾ ഡെക്കാൻ പീഠഭൂമിക്ക് ജലസേചനം നൽകുന്നു. രണ്ടും തെറ്റായ പ്രസ്താവനയാണ്. 2, 3. ഹിമാലയൻ നദികളെക്കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ഹിമാലയൻ നദികൾ വഴി രൂപം കൊണ്ട ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2, 3 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ തെറ്റായ പ്രസ്താവനയാണ് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് മഹാബലിപുരത്ത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് മഹാബലിപുരത്ത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. പഞ്ചരഥങ്ങൾ എന്ന പേരിലായിരുന്നു ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. പഞ്ചരഥങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ഏത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നെഹ്റു പ്രഖ്യാപിച്ചത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് നെഹ്റു പ്രഖ്യാപിച്ചു. ഇത് ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന സമയത്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നെഹ്റു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് നെഹ്റുവാണ്.
അത് ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന സമയത്താണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. 1. 1885 ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് രൂപീകൃതമായി. ആദ്യ സമ്മേളനത്തിൽ 72 പേർ പങ്കെടുത്തു. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബോംബെയിൽ 1885 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിലാണ് രൂപീകൃതമായത്. ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ജി സുബ്രഹ്മണ്യ അയ്യരായിരുന്നു ആദ്യ പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണിത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി. 1ഉം 2ഉമാണ് ശരി. അതായത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് ലാഹോറിലെ രവി നദിക്കരയിലാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് ലാഹോറിലെ രവി നദിക്കരയിലാണ്. അതേപോലെ രണ്ടാമത്തെ പ്രസ്താവനയാണ് 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പ്രതിനിധികൾ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞു. അപ്പോൾ തീവ്രവാദികളെന്നും മിതവാദികളെന്നും കോൺഗ്രസ്സുകാർ വേർപിരിഞ്ഞത് 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് ലാഹോറിലെ രവി നദിക്കരയിലാണ്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ എയുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഡി ആണ് ആൻസർ. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ 8ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം. ഓപ്ഷൻ ഡി 2 മാത്രം. അപ്പോൾ 2 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തെറ്റാണ്. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ കുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന 1/4 നൂറ്റാണ്ടിന് മുമ്പ് വറ്റിവരണ്ട് പോയതും ഒഴുക്ക് വീണ്ടെടുത്ത് പുനർജനിച്ചു കൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം പുഴ. ആൻസർ ഓപ്ഷൻ ഡി, കൊടുങ്ങരപ്പള്ളം പുഴയാണ്. അതായത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ കുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന 1/4 നൂറ്റാണ്ടിന് മുമ്പ് വറ്റി വരണ്ട് പോയതും ഒഴുക്ക് വീണ്ടെടുത്ത് പുനർജനിച്ചു കൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ കൊടുങ്ങരപ്പള്ളം പുഴയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നവീന ശിലായുഗ കേന്ദ്രമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നവീന ശിലായുഗ കേന്ദ്രമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേരളം. നമുക്കറിയാം കേരളത്തിലെ വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നവീന ശിലായുഗ കേന്ദ്രമാണ് എടക്കൽ ഗുഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് താഴെ പറയുന്നവയിൽ? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 2ഉം, അതായത് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 2, ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടത്തി. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 11ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഇതിൽ 3ാമത്തെ ഓപ്ഷൻ മിശ്രഭോജനം നടത്തി. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. അപ്പോൾ ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരു. അതേപോലെ തന്നെ ആലുവയിൽ വെച്ച് സർവ്വമത സമ്മേളനവും നടത്തി. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഈ വരികളിലൂടെ അധസ്ഥിത വിഭാഗങ്ങളുടെ സാമൂഹിക പരിഷ്കാരത്തിന് ശ്രമിച്ച നവോത്ഥാന നായകൻ ആരാണ്? കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഈ വരികളിലൂടെ അധസ്ഥിത വിഭാഗങ്ങളുടെ സാമൂഹിക പരിഷ്കാരത്തിന് ശ്രമിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കുമാരഗുരുദേവനാണ്. കാണുന്നില്ലൊരക്ഷരവും എൻ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഈ വരികളിലൂടെ സാമൂഹ്യ പരിഷ്കാരത്തിന് ശ്രമിച്ച നവോത്ഥാന നായകൻ. ആൻസർ കുമാരഗുരുദേവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. അതായത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളിൽ ദൈവദശകം, ദർശനമാല എന്നിവയാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ദൈവദശകം, ദർശനമാല എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളല്ല. അപ്പോൾ 19ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 13ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. അതായത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. 3ാമത്തത് തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് 13ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അൽ ഇസ്ലാം വക്കം മൗലവി എന്നതാണ് ഇതിൽ ശരിയായ ജോഡി. അതായത് അൽ ഇസ്ലാം വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഇതിലാരാണ്? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് താഴെ പറയുന്നവയിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈകുണ്ഠസ്വാമികളാണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ വേണ്ടി കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മുന്തിരിക്കിണറുകൾ. അപ്പോൾ ആൻസർ വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 15 ക്വസ്റ്റ്യൻ ആണ്. സാധാരണ 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് എല്ലാ ദിവസവും. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 15 ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയത്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.